ഹായ് ഗായ്സ്, വെൽക്കം ടു വിങ്സ് അക്കാദമീസ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചാപ്റ്ററിന്റെ പേരെന്താണ്? റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്നാണ് ചാപ്റ്ററിന്റെ പേര്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ചാപ്റ്റർ നോക്കുമ്പോൾ കുറച്ച് വലിയ ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇതില് അത്ര അധികം ഒന്നും പഠിക്കാനില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ള കണ്ടന്റ് മാത്രമേ ഈ ചാപ്റ്ററിലുള്ളൂ. അപ്പൊ ഈ വീഡിയോ ക്ലാസ് കഴിയുമ്പോഴേക്കും എല്ലാവരും ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു ചാപ്റ്ററിന്റെ ആദ്യത്തെ വാക്ക് തന്നെ റിസോഴ്സ് എന്നാണ്, അല്ലെ? അപ്പോ എന്താണ് റിസോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത്. എന്താണ് മക്കളെ റിസോഴ്സ് എന്ന് പറയുന്നത്? റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളെല്ലാം മീറ്റ് ചെയ്യാൻ കഴിവുള്ള എല്ലാത്തിനെയും നമുക്ക് എന്ത് പറയാം? നമ്മുടെ റിസോഴ്സ് ആണെന്ന് പറയാം. അതായത് കറക്റ്റ് ഡെഫിനിഷനിലായിട്ട് പറയുകയാണെങ്കിൽ എൻവയോൺമെന്റലി അവൈലബിൾ ആയിരിക്കും ഈ റിസോഴ്സ്, പ്രകൃതിയിൽ ലഭ്യമായിരിക്കും. അതേപോലെ തന്നെ ടെക്നോളജിക്കലി ആക്സസിബിൾ ആണ്, നമുക്ക് ഇപ്പോൾ ഉള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത് ഉപയോഗിക്കാൻ പറ്റണം ആ വിഭവങ്ങൾ. കൾച്ചറലി ആക്സെപ്റ്റബിൾ ആണ്, സാംസ്കാരികമായി അത് ആക്സെപ്റ്റബിൾ ആണ്. ഇതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ കഴിവുള്ളവയാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? റിസോഴ്സ് എന്ന് പറയാം. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ വിഭവങ്ങളാണ്. വിഭവങ്ങള് എൻവയോൺമെന്റലി അവൈലബിൾ ആയിരിക്കും, ടെക്നോളജിക്കലി ആക്സസിബിൾ ആണ്, കൾച്ചറലി ആക്സെപ്റ്റബിൾ ആണ്. ഇതെല്ലാം ഈ ഇത്രയും സവിശേഷതകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നീഡ്സ് മീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നിനെയാണ് റിസോഴ്സ് എന്ന് പറയുന്നത്. ഈ റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും മറ്റീരിയൽ ആയിട്ടുള്ള വസ്തുക്കളെ മാത്രമാണോ റിസോഴ്സ് എന്ന് പറയുന്നത്? എന്നാൽ അങ്ങനെയല്ല. മറ്റീരിയൽ ആയിട്ടുള്ള വസ്തുക്കളെ മാത്രമല്ല റിസോഴ്സ് എന്ന് പറയുന്നത്. റിസോഴ്സ് നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള വസ്തുക്കളെയും ഇൻക്ലൂഡ് ചെയ്യും. അത് നോൺ മെറ്റീരിയൽ തിങ്സിനെയും നമുക്ക് റിസോഴ്സ് തന്നെ പറയാൻ പറ്റും. അപ്പൊ മറ്റീരിയൽ തിങ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അത് വെള്ളമാകാം, എയർ ആകാം, സോയിൽ ആകാം, അല്ലെ? നോൺ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? നോളജ് എന്ന് പറഞ്ഞാൽ എന്താ? അറിവ് അല്ലെങ്കിൽ ഹെൽത്ത്, ആരോഗ്യമാകാം. ഇത് രണ്ടിനെയും, ഈ രണ്ട് കാറ്റഗറിനെ നമ്മൾ റിസോഴ്സ് തന്നെയാണ് പറയുന്നത്. അപ്പൊ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റീരിയൽ തിങ്സ് മാത്രമല്ല റിസോഴ്സ് എന്ന് പറയുന്നത്, നോൺ മെറ്റീരിയൽ തിങ്സും എന്ത് തന്നെയാണ്? റിസോഴ്സ് തന്നെയാണെന്ന് പറയുന്നത്. ഇനി ഇവർ തന്നെ കാണുന്ന ഒരു ടേം ആണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്? ഒന്നുമില്ല. എന്താണ് ഹ്യൂമൻ റിസോഴ്സ്? ഹ്യൂമൻ സ്കിൽസ്, മനുഷ്യന്റെ കഴിവുകൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് റിസോഴ്സ് എന്ന് പറയാം. ഒരുപാട് പേർക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടല്ലേ മനുഷ്യർക്ക്. ആ സ്കിൽസ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഒരു റിസോഴ്സ് എന്ന് പറയാം. മനുഷ്യന്റെ സ്കിൽസ് യൂസ് ചെയ്യുമ്പോൾ ആ റിസോഴ്സിനെ വിളിക്കുന്ന പേര് ഹ്യൂമൻ റിസോഴ്സ് എന്നാണ്. അപ്പൊ നമ്മളിവിടെ റിസോഴ്സ് എന്ന് പറഞ്ഞ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. എന്താണ്? എൻവയോൺമെന്റലി അവൈലബിൾ ആയിട്ടുള്ള, ടെക്നോളജിക്കലി ആക്സസിബിൾ ആയിട്ടുള്ള, കൾച്ചറലി ആക്സസിബിൾ ആയിട്ടുള്ള നമ്മുടെ നീഡ്സ് മീറ്റ് ചെയ്യുന്ന എല്ലാത്തിനെയും റിസോഴ്സ് എന്ന് പറയാം. റിസോഴ്സ് മെറ്റീരിയൽ ആയിട്ടുള്ള വസ്തുക്കളെ മാത്രമല്ല റിസോഴ്സ് എന്ന് പറയുന്നത്, നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള വസ്തുക്കളെയും നമ്മൾ റിസോഴ്സ് എന്ന് പറയുന്നു. ഹ്യൂമൻ സ്കില്ലും ഒരു റിസോഴ്സ് ആണ്, അതിന് ഹ്യൂമൻ റിസോഴ്സ് എന്നാണ് പറയുന്നത്. സെറ്റ് ആണല്ലോ? ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരുപാട് ഫ്ലോ ചാർട്ട് കാണും. ഷുവർ ആണ് നിങ്ങളുടെ എക്സാമിന് ഏതെങ്കിലും ഒരു ഫ്ലോ ചാർട്ട് എക്സാമിന് എന്തായാലും ഉണ്ടായിരിക്കും. അതില് റിസോഴ്സിന്റെ ഉത്ഭവത്തിന്റെ അടിസ്ഥാനത്തില് റിസോഴ്സിനെ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് നാച്ചുറൽ റിസോഴ്സ്, മറ്റൊന്ന് മാൻമെയ്ഡ് റിസോഴ്സുമാണ്. നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാല് പ്രകൃതിയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന റിസോഴ്സിനെ എല്ലാം പറയുന്ന പേര് നാച്ചുറൽ റിസോഴ്സ് എന്നാണ്. അതിന്റെ എക്സാമ്പിള് എയറും മിനറൽസും ആണ്, അല്ലെ? പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന റിസോഴ്സ് ആണ്. ആ റിസോഴ്സിനെ വിളിക്കുന്ന പേര് നാച്ചുറൽ റിസോഴ്സ് എന്നാണ്. എക്സാമ്പിൾ വന്നിട്ട് എയറും മിനറൽസും ആണ്. മാൻമെയ്ഡ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ഉണ്ടാക്കുന്ന റിസോഴ്സ് ആണ്. മനുഷ്യരെ ഉണ്ടാക്കുന്ന, നിർമ്മിക്കുന്ന റിസോഴ്സിനെ വിളിക്കുന്ന പേരാണ് മാൻമെയ്ഡ് റിസോഴ്സ്. അതിന്റെ എക്സാമ്പിൾ റോഡും മെഷീനറിയുമാണ്. ഇതിന് എന്തിന്റെ ബേസിലായി ക്ലാസിഫിക്കേഷൻ വന്നത്? ഒറിജിന്റെ ബേസിൽ റിസോഴ്സിനെ ക്ലാസിഫൈ ചെയ്യണ രണ്ടെണ്ണം, നാച്ചുറൽ റിസോഴ്സും മാൻമെയ്ഡ് റിസോഴ്സും. ഓക്കെ,
ഇനി നമുക്ക് റിസോഴ്സിന്റെ റിന്യൂവബിൾ പൊട്ടൻഷ്യൽ അനുസരിച്ച് രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. റിന്യൂവബിൾ പൊട്ടൻഷ്യൽ അനുസരിച്ച് രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് റിന്യൂവബിൾ റിസോഴ്സ്, രണ്ടാമത്തത് നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. അപ്പൊ എന്താണ് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാല്? ദാറ്റ് ഡു നോട്ട് ഗെറ്റ് ഡിപ്ലീറ്റഡ് ആഫ്റ്റർ യൂസ് ആൻഡ് ക്യാൻ ബി റീയൂസ്ഡ്. അതായത് തീർന്നു പോകൂല. ദാറ്റ് ഡു നോട്ട് ഗെറ്റ് ഡിപ്ലീറ്റഡ് എന്ന് പറയുമ്പോൾ തീർന്നു പോകൂല, നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന റിസോഴ്സ് ആണ് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. ഈ റിസോഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ നേച്ചർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മനുഷ്യർക്കും ഒരേപോലെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ആണ് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. അതായത് സൺലൈറ്റും വിൻഡും വേവും ഇതെല്ലാം റിന്യൂവബിൾ റിസോഴ്സിന് എക്സാമ്പിൾ ആണ്. എന്താണ് തീർന്നു പോകില്ല, നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഈ റിസോഴ്സ് നമ്മുടെ പ്രകൃതി കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എല്ലാ മനുഷ്യർക്കും അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ വിളിക്കുന്ന പേരാണ് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ വന്നിട്ട് സൺലൈറ്റ്, വിൻഡ്, വേവ് ആണ്. നെക്സ്റ്റ് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അപ്പൊ എന്തെന്ന് പറയുന്നത്? നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. മില്യൺ വർഷങ്ങൾക്ക് മുന്നേ ഫോം ചെയ്തേക്കുന്ന റിസോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. ഒരുപാട് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഓൾറെഡി ഇത് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ എന്ത് ചെയ്യും? ക്വാണ്ടിറ്റി അവിടെ ഡിക്രീസ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് ആ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ നോൺ റിന്യൂവബിൾ റിസോഴ്സിന്റെ എക്സാമ്പിൾ ആണ് അയൺ, ഗോൾഡ്, കോള്, പെട്രോളിയം. നിങ്ങളുടെ എക്സാമിന് ഈ എക്സാമ്പിൾസുകൾ നിങ്ങൾക്ക് ഷഫിൾ ചെയ്ത് തരും, എന്നിട്ട് ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കും. അപ്പൊ സോയിൽ, സൺലൈറ്റ്, വിൻഡ്, വേവ്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് റിന്യൂവബിൾ റിസോഴ്സും. നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുമ്പോൾ അയൺ, ഗോൾഡ്, കോള് ആൻഡ് പെട്രോളിയം ഒക്കെ ആണെങ്കിൽ നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവുകയാണ്. മിനറൽസ് എന്ന് പറയും. മിനറൽസ് എന്ന് പറഞ്ഞാല് നാച്ചുറലി ഫോം ചെയ്യുന്ന ഒരു വസ്തുവാണ്. നാച്ചുറലി പ്രകൃതി ഉണ്ടാവുന്ന ഒരു വസ്തുവാണ് മിനറൽസ് എന്ന് പറയുന്നത്. ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്. ഓർഗാനിക് ആവാം, ഇൻഓർഗാനിക് ആവാം. പക്ഷേ ഈ സബ്സ്റ്റൻസിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ടാവും? കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി ഉണ്ടാവും. കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി ഉള്ള ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് പ്രകൃതിയിൽ ഉണ്ടാകുന്ന നാച്ചുറലി ഫോം ചെയ്യുന്ന വസ്തുവിനെ വിളിക്കുന്ന പേരാണ് മിനറൽസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ മിനറൽസ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ എർത്ത് ക്രസ്റ്റിലൊക്കെ ഈ മിനറൽസ് കാണാൻ പറ്റും. പക്ഷെ അത് എങ്ങനത്തെ ഫോമിലായിരിക്കും? ഒരു ഓറുകളുടെ ഫോമിലായിരിക്കും. ഈ ഒരു മിനറൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഒരുപാട് പ്രോസസ്സിലൂടെ ഈ മിനറൽസ് കടന്നുപോയി മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ മിനറൽസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ മിനറൽസ് ഇമ്പ്യൂരിറ്റീസുമായിട്ട് ഒരുപാട് ആവശ്യമില്ലാത്ത വസ്തുക്കളായിട്ട് മിക്സ് ചെയ്തിട്ടായിരിക്കും ആദ്യം നമുക്ക് കാണാം. എർത്തിൽ നമുക്ക് ഈ സംഭവം കാണാം. മിനറൽസ് ഒരുപാട് ഇമ്പ്യൂരിറ്റീസുമായിട്ട് മിക്സ് ചെയ്തിട്ടായിരിക്കും കാണാം. ഒരു റോ ഫോമിലായിരിക്കും കാണാം. ആ ഫോമിനെ വിളിക്കുന്ന പേര് ഓർ അല്ലെങ്കിൽ അയിര് എന്നാണ്. അപ്പൊ എന്താണ് മിനറൽസ് എന്നുള്ള ഡെഫിനേഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഇത് തന്നെ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. മിനറൽസ് എന്ന് പറയുമ്പോൾ നാച്ചുറലി ഫോം ചെയ്യുന്ന ഓർഗാനിക് ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്. അതിന് എന്ത് പ്രോപ്പർട്ടിയും കൂടി ഉണ്ടായിരിക്കും? കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടിയും കൂടി ഉണ്ടായിരിക്കും. നമുക്ക് ഈ മിനറൽസ് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. എർത്ത് ക്രസ്റ്റില് എന്തിന്റെ ഫോമിലാണ് ഇത് കാണുന്നത്? ഒരു ഓർ ഫോമിലായിരിക്കും ഇത് കാണാം. ഇത് നമുക്ക് മൈനിങ്ങും അതുപോലെ വേറെ പല പ്രോസസ്സിലൂടെ കടന്നു പോയാൽ മാത്രമേ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇമ്പ്യൂരിറ്റീസുമായിട്ട് മിക്സ് ചെയ്ത് എന്ത് ഫോമിലായിരിക്കും ഇത് കാണുന്നത്? ഒരു റോ ഫോമിലായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഓർ എന്ന് പറയുന്നത്. സെറ്റ് ആണല്ലോ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ നെക്സ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് ആണ്. മിനറൽസിന്റെ കമ്പോസിഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ഫിസിക്കൽ ക്യാരക്ടർ അനുസരിച്ച് മിനറൽസിനെ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് മെറ്റാലിക് മിനറൽ, രണ്ട് നോൺ മെറ്റാലിക് മിനറൽ ആണ്. മെറ്റാലിക് മിനറൽ എന്ന് പറഞ്ഞാൽ അയേണിന്റെ കണ്ടന്റ് ഉണ്ടാവും.
അയണിന്റെ കണ്ടന്റ് ഉള്ളതുമുണ്ട്, അയണിന്റെ കണ്ടന്റ് ഇല്ലാത്തതുമുണ്ട്. Minerals is classified into two. First one is metallic mineral and the second one is non-metallic mineral. And the metallic mineral is again divided into two. അല്ലെ, വീണ്ടും രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തല്ലേ. ഏതൊക്കെയാണ്? അയണിന്റെ കണ്ടന്റ് ഉള്ളതുമുണ്ട്, അയണിന്റെ കണ്ടന്റ് ഇല്ലാത്തതുമുണ്ട്. ഈ നോൺ മെറ്റാലിക് മിനറൽസും ഇതുപോലെ തന്നെ രണ്ടെണ്ണമുണ്ട്. ഓർഗാനിക് മിനറലും മറ്റൊന്ന് എന്താ? ഇൻഓർഗാനിക് മിനറൽസുമാണ്. അപ്പൊ എന്താണ് ഈ മെറ്റാലിക് മിനറൽ എന്ന് പറയുന്നത്? ആ ഫ്ലോ ചാർട്ട് ആണ് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മെറ്റാലിക് മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാച്ചുറലി ഒക്കർ ചെയ്യുന്ന വസ്തുക്കളാണ്. ഓക്കെ, അതിൽ എന്തിന്റെ അംശം ഉണ്ടാകും? മെറ്റലിന്റെ അംശം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇത് ഒരുപാട് റിഫൈൻ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിലാക്കുന്നത്. അതാക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഹാർഡ് ആയിരിക്കും, ലസ്ട്രസ് ആയിരിക്കും, തിളക്കമുള്ളതായിരിക്കും. ഓക്കെ, അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കുന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് അലുമിനിയം ഫ്രം ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയം വേർതിരിച്ചെടുക്കുന്നതാണ്. ഓക്കെ, മെറ്റാലിക് മിനറൽസിന് നമ്മൾ അയണിന്റെ കണ്ടന്റ് ഉള്ളതിനനുസരിച്ച് വീണ്ടും രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഓർഗാനിക് മിനറൽസ് അല്ലെങ്കിൽ മെറ്റാലിക് മിനറൽസ് എന്ന് പറയുന്നത് നാച്ചുറലി നമ്മൾ നേച്ചറിലി ഒക്കർ ചെയ്യുന്നതാണ്. അതിന് എന്തിന്റെ കണ്ടന്റ് ഉണ്ടാവും? മെറ്റലിന്റെ കണ്ടന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ മെറ്റാലിക് മിനറൽസ് കുറച്ചും കൂടി ഹാർഡ് ആയിരിക്കും. ഓക്കെ, അതേപോലെ ലസ്ട്രസ് ആയിരിക്കും, തിളക്കമുള്ളതായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ എന്താണ്? അലുമിനിയം ഫ്രം ബോക്സൈറ്റ് ആണ്. എക്സ്ട്രാക്ഷൻ ഓഫ് അലുമിനിയം ഫ്രം ബോക്സൈറ്റ് ആണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഇനി അയണിന്റെ കണ്ടന്റ് ഉള്ളതും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട് അല്ലെ. അപ്പൊ അതിന് നമ്മള് ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തേക്കാണ്. ഒരു 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അയണിന്റെ കണ്ടന്റ് ഉള്ളത് ഫെറസ് മെറ്റല്, അയണിന്റെ കണ്ടന്റ് ഇല്ലാത്തത് നോൺ ഫെറസ് മെറ്റൽ ആണ്. അയണിന്റെ കണ്ടന്റ് ഉള്ള മെറ്റൽസും ഉണ്ട്, അയണിന്റെ കണ്ടന്റ് ഇല്ലാത്തതുണ്ട് അല്ലെ. അതിൽ അയണിന്റെ കണ്ടന്റ് ഉള്ളതിനെ ഫെറസ് മെറ്റൽ എന്നും നെക്സ്റ്റ് നോൺ ഫെറസ് മെറ്റൽ എന്നാണ് പറയാം. ഈ ഫെറസ് മെറ്റലിന്റെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? കുറച്ചും കൂടി ഗ്രേ കളറിലായിരിക്കും കാണാം. അതേപോലെ അതിന് എന്ത് നേച്ചർ ഉണ്ടാവും? മാഗ്നറ്റിക് നേച്ചർ ആയിരിക്കും. അതിന് കുറച്ചും കൂടി അതിന്റെ സ്വഭാവം കുറച്ചും കൂടി മാഗ്നറ്റിക് ആയിരിക്കും. ഇത് കുറച്ച് ഹെവിയാണ്, കട്ടിയുള്ളതായിരിക്കും. ഇനി നോൺ ഫെറസ് മെറ്റൽ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള കളേഴ്സിൽ കാണാം, അപ്പിയേഴ്സ് ഇൻ ഡിഫറെന്റ് കളേഴ്സ്. ഇതിന് മാഗ്നറ്റിക് ഒരു സ്വഭാവം ഇല്ല. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താ? മാഗ്നറ്റിക് സ്വഭാവം ഉണ്ട് എന്നാണ് അല്ലെ. എന്നാൽ ഇതിന് മാഗ്നറ്റിക് സ്വഭാവം ഇല്ല, ഇതിന് വെയിറ്റ് കുറച്ച് കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഹെഡിങ് ഒരെണ്ണം കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ, ഹെഡിങ് കറക്റ്റ് ആക്കി നോക്കി ഒരെണ്ണം പഠിച്ചു വെച്ചാൽ നെക്സ്റ്റ് ഓപ്പോസിറ്റ് ആൻഡ് ഓപ്പോസിറ്റ് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നോൺ മെറ്റാലിക് മിനറൽസ് ആണ്. അതായത് മെറ്റൽസിന്റെ കണ്ടന്റ് ഇല്ലാത്തതിനെയാണ് നമ്മൾ നോൺ മെറ്റാലിക് മിനറൽസ് എന്ന് പറയുന്നത്. അതായത് ഇതിന് ഈ നോൺ മെറ്റാലിക് മിനറൽസിന് ഹാർഡ്നെസ്, അതായത് വെയിറ്റ് ഭയങ്കര കുറവായിരിക്കും, അതുപോലെ തിളക്കം കുറവായിരിക്കും, ഡക്റ്റിലിറ്റി കുറവായിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് കുറവായിട്ടുള്ളത് മക്കളെ? ഹാർഡ്നെസ് കുറവായിരിക്കും, ലസ്റ്റർ കുറവായിരിക്കും, ഡക്റ്റിലിറ്റി കുറവായിരിക്കും. ഈ നോൺ മെറ്റാലിക് മിനറൽസ് നമ്മൾ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഓർഗാനിക് മിനറൽസും അതുപോലെ തന്നെ ഇൻഓർഗാനിക് മിനറൽസും. അപ്പൊ ഏതൊക്കെയാണ് ഓർഗാനിക് മിനറൽസ് എന്ന് പറഞ്ഞാല്? ബയോ മിനറൽസ് ആയ കോളും പെട്രോളിയം ഒക്കെയാണ് ഓർഗാനിക് ആയിട്ടുള്ള മിനറൽസ് എന്ന് പറയുന്നത്. ഇനി ഗ്രാഫൈറ്റ്, ക്ലേ ഒക്കെയാണ് എന്ന് പറയുന്നത് ഇൻഓർഗാനിക് ആയിട്ടുള്ള മിനറൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ മെറ്റൽസിന് എന്ത് കൂടുതലായിരുന്നു? ഹാർഡ്നെസ് ആയാലും തിളക്കം ഒക്കെ കൂടുതലായിരുന്നു അല്ലെ. നോൺ മെറ്റാലിക് മിനറൽസ് എന്ന് പറയുന്നത് മെറ്റലിന്റെ കണ്ടന്റ് ഇല്ല, ഹാർഡ്നെസ് കുറവാണ്, തിളക്കം കുറവാണ്, ഡക്റ്റിലിറ്റി കുറവാണ്. അതേപോലെ തന്നെ വീണ്ടും രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഓർഗാനിക് മിനറലും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഓർഗാനിക് മിനറലും ഉണ്ട്. അതില് ഓർഗാനിക് മിനറൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് കോളും പെട്രോളിയവുമാണ്. ഇൻഓർഗാനിക് മിനറൽസിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കുന്നത് ഗ്രാഫൈറ്റും ക്ലേയുമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഇതിന്റെ റോ മെറ്റീരിയൽസിന്റെ അടിസ്ഥാനത്തില് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ് വരണേന്ന് നോക്കി. ഏതൊക്കെയാണ്? ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി ഉണ്ട്, മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി ഉണ്ട്, കെമിക്കൽ ഇൻഡസ്ട്രി ഉണ്ട്, ഫോറസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രി ഉണ്ട്, ആനിമൽ ബേസ്ഡ് ഇൻഡസ്ട്രി ഉണ്ട്. ഈ ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രിക്ക് എക്സാമ്പിള് ഷുഗർ ഇൻഡസ്ട്രി ആണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രിക്ക് എക്സാമ്പിള് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ആണ്. കെമിക്കൽ ഇൻഡസ്ട്രിക്ക് എക്സാമ്പിള് പെട്രോളിയം ഇൻഡസ്ട്രി ആണ്.
ഫോറസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രി പേപ്പർ ഇൻഡസ്ട്രി ആണ്. ആനിമൽ ബേസ്ഡ് ഇൻഡസ്ട്രിക്ക് ലെതർ ഇൻഡസ്ട്രി ആണ്. ഓക്കെ, അപ്പൊ ഈ ഫ്ലോ ചാർട്ട് ഇതുപോലെ തന്നെ കാണാപ്പാഠം പഠിച്ചു വെക്കണം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വന്നു കഴിഞ്ഞാൽ ഇതിലുള്ളത് പോലെ തന്നെ എഴുതണം. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ശരിക്കും മെയിൻ കണ്ടന്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കേണ്ട ഭാഗത്തേക്ക് പോവുകണ്ട. അതിൽ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമിയുടെ തന്നെ ഫൗണ്ടേഷൻ ആണ് അയേൺ ഇൻഡസ്ട്രി, ഇരുമ്പ് വ്യവസായം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ തന്നെ അടിത്തറയാണ് അയേൺ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ പറയാ, ഈ സ്റ്റേറ്റ്മെന്റ് വിശദീകരിക്കുക, സമർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ ഈ ഒരു ഭാഗമാണ് എഴുതേണ്ടത്. കാരണം നമ്മളുടെ അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് പ്ലേ എ ഡിസിസീവ് റോൾ ഇൻ ദ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെ. അതായത് ഓരോ രാജ്യവും ഇൻഡസ്ട്രിയിൽ വളർന്നോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് എന്തിന്റെ കൺസെപ്ഷന്റെ ബേസിലാണ്? അയേൺ ആൻഡ് സ്റ്റീൽ കൺസെപ്ഷന്റെ ബേസിലാണ്. നോക്കി, ഓരോ രാജ്യവും, ഇപ്പൊ ഏത് രാജ്യമായിക്കോട്ടെ, ആ രാജ്യം ഇൻഡസ്ട്രിയലി എത്രത്തോളം വളർന്നു എന്ന് തീരുമാനിക്കുന്നത് എന്തിന്റെ ബേസിലാണ്? ആ രാജ്യം കൺസ്യൂം ചെയ്യുന്ന അയേൺ ആൻഡ് സ്റ്റീലിന്റെ ബേസിലാണ് തീരുമാനിക്കണേ എന്നാണ് പറയുന്നത്. അതായത് ഈ അയേൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ബാക്കി എന്തൊക്കെ ഇൻഡസ്ട്രീസ് ഉണ്ടോ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യും. എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അവരുടെ ആ രാജ്യത്തിന്റെ കൺട്രീസ് ഇൻകം, ഓരോ രാജ്യത്തിന്റെയും വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട് ഈ അയേൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് മറ്റ് ഇൻഡസ്ട്രീസിനെല്ലാം സപ്പോർട്ട് ചെയ്യും. ഇനി അതേപോലെ തന്നെ ഈ ഇൻഡസ്ട്രീസ് എല്ലാം എന്തുണ്ടാക്കുന്നുണ്ട്? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കും. തൊഴിലവസരം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ എന്ത് കൂടും? ജീവിത സാഹചര്യം മെച്ചപ്പെടും. അപ്പൊ ജനങ്ങൾ അവിടെ ഉയർത്തപ്പെടുകയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ അയേൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ആണ് രാജ്യത്തിന്റെ വളർച്ചയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരാളാണ് ഏത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്? അയേൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അയേൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇന്ത്യൻ എക്കോണമിയുടെ ഫൗണ്ടേഷൻ ആയത്? ഓരോ രാജ്യത്തിന്റെയും ഇൻഡസ്ട്രിയലി ഉള്ള ഗ്രോത്ത് തീരുമാനിക്കുന്നത് എന്തിന്റെ ബേസിലാണ്? അവര് കൺസ്യൂം ചെയ്യുന്ന അയേൺ ആൻഡ് സ്റ്റീലിന്റെ ബേസിലാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഇൻഡസ്ട്രീസിനെയും അയേൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെന്തിനാ? ആ രാജ്യത്തിന്റെ വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് മെച്ചപ്പെടുത്തുന്നുണ്ട്. ഇതുവഴി ജനങ്ങളെ ഉയർത്തി കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് അയേൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി നമ്മുടെ എക്കോണമി വളരുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഹിസ്റ്ററിയാണ് നമ്മുടെ ഇവിടെ എന്താ പറയാ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഒക്കെ തുടങ്ങിയേക്കണതിന്റെ ഒരു ഹിസ്റ്ററിയാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ മോഡേൺ അയേൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ആരംഭിച്ചത് 1907-ലാണ്. ടാറ്റ ആൻഡ് സ്റ്റീൽ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തേക്കണ സാങ്ചി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇനി അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി വന്നിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. ഇന്ത്യയില് അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരംഭിച്ചത് വെസ്റ്റ് ബംഗാളിലാണ്. 1919-ലാണ് ആരംഭിച്ചേക്കുന്നത്. ഇനി മൈസൂർ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരംഭിച്ചേക്കുന്നത് കർണാടകയിലാണ്. 1923-ലാണ്. അപ്പൊ ഇത് നോക്കിയില്ലെങ്കിലും ഈ ഒരു പോയിന്റ് മുതൽ എന്തായാലും നോക്കണം. ഇന്ത്യയില് അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരംഭിച്ചിരിക്കുന്നത് 1919 വെസ്റ്റ് ബംഗാളിലാണ്. എന്നാ മൈസൂർ അയേൺ ആൻഡ് സ്റ്റീൽ, മൈസൂർ എന്നുള്ള ഉദ്ദേശിച്ചത് മൈസൂർ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരംഭിച്ചിരിക്കുന്നത് കർണാടകയിലാണ്. 1923-ലാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇൻഡിപെൻഡൻസിന് ശേഷം, ഏകദേശം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയില് അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി വളരെയധികം വേഗത്തിലാണ് ഉയർന്നത് കേട്ടോ. ഈ സെക്കൻഡ് 5-year പ്ലാനിലൊക്കെ 3 ഇന്റഗ്രേറ്റഡ് അയേൺ ആൻഡ് സ്റ്റീൽ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ 5 പഞ്ചവത്സര പദ്ധതികളൊക്കെ ഉണ്ട്. അതില് രണ്ടാമത്തെ 5-year പ്ലാനില് എന്താണ് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള അയേൺ ആൻഡ് സ്റ്റീൽ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തു. ആരൊക്കെയാണ് ഇന്റഗ്രേറ്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ചേർന്നുള്ളൊരു പദ്ധതിയാണ്? ഭിലായി, റൂർക്കേല, ദുർഗാപൂർ. ആരുടെ സഹായത്തോടു കൂടിയാണ് ആരംഭിച്ചത്? സോവിയറ്റ് യൂണിയൻ, ജർമ്മനി, ബ്രിട്ടന്റെ സഹായത്തോടു കൂടി എവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്തു? ഭിലായി, റൂർക്കേല, ദുർഗാപൂർ. ആരുടെയൊക്കെ സഹായത്തോടു കൂടി? സോവിയറ്റ് യൂണിയൻ, ജർമ്മനി, ബ്രിട്ടൻ. ഓക്കെ, ഇനി ഇതിന്റെ മാനേജ്മെന്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഒക്കെ നോക്കുന്നത് ഗവൺമെന്റ് ഓർഗനൈസേഷനും സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡുമാണ്. ഓക്കെ, മറ്റൊരു
ക്വസ്റ്റ്യൻ വരുന്നത് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നതിൽ ഇത് മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഒഡീഷ എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഒഡീഷ ഇത്ര മുന്നിൽ നിൽക്കാൻ കാരണം? ഇത് എക്സാമിൽ ഒരു 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഒഡീഷ ഇത്ര മുന്നിൽ നിൽക്കാൻ കാരണം? ഒന്നാമത് ഒഡീഷ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ ആണ്. അതേപോലെ തന്നെ മിനറലും ആ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് മിനറലും വെള്ളവും പെട്ടെന്ന് ലഭ്യമാണ്. അതായത് ഇവരുടെ ഈ അയൺ ആൻഡ് സ്റ്റീലില് ഏറ്റവും മുന്നിലുള്ളത് ഒഡീഷയാണ്. അത് എന്തുകൊണ്ട് ഈ വളർച്ചയിൽ മുന്നിൽ ഒഡീഷ ആവാനുള്ള കാരണം എന്താണ്? ഒന്ന്, അതിന്റെ ലൊക്കേഷൻ, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ആണ്. 2, അവൈലബിലിറ്റി, ലഭ്യത. എന്തിന്റെ ലഭ്യതയാണ് പറയണത്? മിനറൽസിന്റെയും വാട്ടേഴ്സിന്റെയും ലഭ്യത പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈ ഗ്രേഡ് അയൺ ഓർ ഡിപ്പോസിറ്റ് കാണാൻ പറ്റും. എവിടെ? സുന്ദർഗർഗ്, മയൂർഭഞ്ച് ഡിസ്ട്രിക്റ്റിലൊക്കെ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എക്സലന്റ് റെയിൽവേ നെറ്റ്വർക്കും ഹൈവേ കണക്ടിങ് ഫാക്ടറീസ് ഒക്കെ ഉണ്ട്. ഇതും ഇതിന്റെ ഒരു ഫാക്ടർ ആണ്. അപ്പൊ എന്തൊക്കെയാണ്? ജോഗ്രഫിക്കൽ ലൊക്കേഷൻ പറയുന്നുണ്ട്, മിനറൽ ആൻഡ് വാട്ടർ അവൈലബിലിറ്റി പറയുന്നുണ്ട്, ഓർ ഡിപ്പോസിറ്റ് കാണാൻ പറ്റും. സുന്ദർഗർഗ്, മയൂർഭഞ്ചിന്റെ അവിടെയൊക്കെ നമുക്ക് ഓർ ഡിപ്പോസിറ്റ് കാണാൻ പറ്റും. ഇവിടെ റെയിൽവേ നെറ്റ്വർക്ക് അതായത് ഹൈവേ കണക്ഷൻസ് ഒക്കെ ഈസിയസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ഈ അയൺ ആൻഡ് സ്റ്റീലിന്റെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും മുന്നിൽ ഒഡീഷ വരാനുള്ള കാരണം. ഇനി നമ്മൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനെ, അതിന്റെ ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. 2 ഫാക്ടേഴ്സ് ഉണ്ട്. ജോഗ്രഫിക്കൽ ഫാക്ടർ ഉണ്ട്, നോൺ ജോഗ്രഫിക്കൽ ഫാക്ടർ ഉണ്ട്. ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സിൽ ഏതൊക്കെയാണ് വരുന്നത്? ടോപ്പോഗ്രഫി വരുന്നുണ്ട്, വെദർ വരുന്നുണ്ട്, വാട്ടർ വരുന്നുണ്ട്, എനർജി വരുന്നുണ്ട്, റോ മെറ്റീരിയൽസ് വരുന്നുണ്ട്. ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് അതിന്റെ ഭൂപ്രകൃതി, ടോപ്പോഗ്രഫി എന്ന് പറയുമ്പോൾ ഭൂപ്രകൃതി, വെദർ കാലാവസ്ഥ, വെള്ളം വാട്ടർ, എനർജി ഊർജം, റോ മെറ്റീരിയൽസ് അസംസ്കൃത വസ്തുക്കൾ. നോൺ ജോഗ്രഫിക്കൽ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ മൂലധനം, ക്യാഷ് അല്ലേ, ഓർഗനൈസേഷൻ സംഘാടനം, മാർക്കറ്റ് കച്ചവടം, ഗവൺമെന്റിന്റെ നയങ്ങൾ ഗവൺമെന്റ് പോളിസീസ്, ട്രാൻസ്പോർട്ടേഷൻ ഗതാഗതം, ലേബേഴ്സിന്റെ അവൈലബിലിറ്റി തൊഴിലാളികളുടെ ലഭ്യത. ഇതെല്ലാം നോൺ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സിലാണ് വരുന്നത്. ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, നോൺ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ചോദിച്ചത്. 2 എണ്ണം ഉണ്ട്. ജോഗ്രഫിക്കലി ഉള്ള ഫാക്ടേഴ്സ് ഉണ്ട്, നോൺ ജോഗ്രഫിക്കലി ഉള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തിലോട്ട് നമ്മൾ പോവുകയാണ്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എയർ, വാട്ടർ, സോയിൽ. ഓക്കെ, എയർ, വാട്ടർ, സോയില് ഫിസിക്കലി, കെമിക്കലി, ബയോളജിക്കലി ഉണ്ടാകുന്ന മാറ്റത്തെ പറയുന്ന പേരാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. എയർ, വാട്ടർ, സോയില് ഇതിൽ ഫിസിക്കലി, കെമിക്കലി, ബയോളജിക്കലി ഉണ്ടാകുന്ന ആ ഒരു മാറ്റത്തെ പറയുന്ന പേരാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ പല ടൈപ്പിലുള്ള പൊല്യൂഷൻ പഠിക്കാനുണ്ട്. അതിലൊന്ന് എയർ പൊല്യൂഷൻ, 2 വാട്ടർ പൊല്യൂഷൻ, നെക്സ്റ്റ് സോയിൽ പൊല്യൂഷൻ, അതിന് പിന്നെ നോയിസ് പൊല്യൂഷൻ ആണ്. എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാല് ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ ഒരുപാട് സ്മോക്ക് എമിറ്റ് ചെയ്യും, പുറത്തേക്ക് വിടും. ഈ പുറത്തേക്ക് വിടുന്ന സ്മോക്ക് എന്ത് കണ്ടന്റോട് കൂടിയാണ് ഈ പുറത്തേക്ക് വരുന്നത്? ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസ് ആണ്. ഇതില് വിഷം കലർന്ന ഗ്യാസ് ആണ് ഈ പുറത്തേക്ക് വരുന്നത്. അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥെയിൻ. ഇതൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ പൊല്യൂട്ട് ആക്കുന്നു. ഈ വിഷം കലർന്ന ഗ്യാസ് ആണ് ഈ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ എന്താ പറയാ പൊല്യൂട്ട് ആക്കുന്നു. ഇത് നമ്മുടെ പ്രകൃതിക്കാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും അവരുടെ ഹെൽത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാട്ടർ പൊല്യൂഷൻ ആണ്. അതായത് ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ വേസ്റ്റ് വാട്ടർ പുറത്തേക്ക് വിടും. ഈ പറഞ്ഞ വ്യവസായശാലകളിൽ നിന്നെല്ലാം ഒരു പൊട്ട വെള്ളം അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ പുറത്തേക്ക് വിടുന്നുണ്ട്. അതേപോലെ തന്നെ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ ടോക്സിൻസ്, വിഷം പുറത്തേക്ക് വിടും. എവിടേക്ക്? ചിലപ്പോൾ റിവേഴ്സിലേക്ക് ആയിരിക്കും, ചിലപ്പോൾ നദികളിലോട്ടായിരിക്കും, ലേക്സിലോട്ടായിരിക്കും, അല്ലെങ്കിൽ തടാകങ്ങളിലോട്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വാട്ടർ ബോഡീസിലോട്ടൊക്കെ ആയിരിക്കാം. ഈ വേസ്റ്റ് വാട്ടർ ഇൻഡസ്ട്രീസിന് പുറത്ത് വരുമ്പോൾ ഈ വെള്ളവുമായി മിക്സ് ആയി വെള്ളം അവിടെ പൊല്യൂട്ട് ആവുകയാണ്. ഇത് ആർക്കൊക്കെ ബുദ്ധിമുട്ടാണ്? മനുഷ്യർക്ക് മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അക്വാട്ടിക് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എന്താണ് ഈ പറഞ്ഞ വാട്ടർ ബോഡീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് എന്താ പറയുക ഒരുപാട് ജീവികളുണ്ട് അല്ലെ? അപ്പൊ അവരുടെ ജീവനും എന്താ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഏത് പൊല്യൂഷൻ? വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് സോയിൽ പൊല്യൂഷൻ ആണ്. സോയിൽ പൊല്യൂഷൻ ഇൻഡസ്ട്രീസിന് പുറന്തള്ളുന്ന വേസ്റ്റുകളും ഈ വേസ്റ്റുകളും എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വേസ്റ്റ് മീൻസ് ഇപ്പൊ നമ്മൾ പറയില്ലേ ബാറ്ററീസ്, മൊബൈൽ വയേഴ്സുകള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് പറയാ ഈ വേസ്റ്റ് എന്ന് പറയാ. ഇതെല്ലാം നമ്മുടെ പുറത്തേക്ക്, നമ്മുടെ ഇൻഡസ്ട്രിന്ന് പുറത്തേക്ക് തള്ളുമ്പോൾ സോയിൽ എന്നൊരു സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചർ തന്നെ ഇല്ലാണ്ടാക്കി കളയുന്നു. ഇത് നമ്മുടെ കൃഷി രീതിയെ, കൃഷിനെ തന്നെയാണ് ബാധിക്കുന്നത്. കൃഷിനെ മാത്രമല്ല നമ്മുടെ പ്രകൃതിയെയും ഇത് സാരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. നോയിസ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാല് ഇൻഡസ്ട്രീസിന്ന് അമിതമായിട്ട് നോയിസ് പുറപ്പെടുവിക്കുമ്പോൾ അത് നമ്മളെ ഫിസിക്കലി ബാധിക്കും, മെന്റലിയും ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ജീവിക്കുന്ന ഏരിയാസിൽ നിന്ന് ഇൻഡസ്ട്രീസിന് അമിതമായിട്ട് വോയിസ് പുറപ്പെടുവിക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് വീക്ക് ആക്കുന്നു, മെന്റൽ ഹെൽത്ത് പോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തിനെയും വീക്ക് ആക്കുന്നു. അതിനെ നമ്മൾ നോയിസ് പൊല്യൂഷൻ എന്ന് പറയും. വേരിയസ് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ നോക്കി വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് റിസോഴ്സ് ഡിപ്ലീഷൻ ആണ്. റിസോഴ്സ് ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാല് ഇൻഡസ്ട്രീസിൽ, അതായത് നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഇവിടെ ഉൽപാദനം കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇൻഡസ്ട്രിയിൽ റിസോഴ്സ് അൺസയന്റിഫിക് ആയിട്ട് ഉപയോഗിക്കും. ഓക്കെ, അൺസയന്റിഫിക് ആയിട്ട് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ വ്യവസായശാലകളിലൊക്കെ അൺസയന്റിഫിക് ആയിട്ട് റിസോഴ്സ് ഉപയോഗിക്കും. അത് എന്താ വിഭവ ശോഷണത്തിലോട്ട് നയിക്കും. റിസോഴ്സ് ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ വിഭവ ശോഷണമാണ്. എൻവിയോൺമെന്റിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുകയും ചെയ്യും. എന്താ ചെയ്യുന്നത്, പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഇൻഡസ്ട്രിയിൽ റിസോഴ്സ് എല്ലാം അൺസയന്റിഫിക് ആയിട്ട് ഉപയോഗിക്കും. അതുവഴി റിസോഴ്സ് ഡിപ്ലീഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു, വിഭവ ശോഷണം, എൻവിയോൺമെന്റൽ പ്രോബ്ലംസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതിനെയാണ് റിസോഴ്സ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റീജിയണൽ ഇൻഇക്വാലിറ്റി ആണ്. റീജിയണൽ ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാല് നാച്ചുറൽ റിസോഴ്സിന്റെ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ, എല്ലായിടത്തും ഒരുപോലെ വിതരണം ചെയ്യണമെന്നില്ല, അതാണ് അൺബാലൻസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതെന്ത് ചെയ്യും, ബേസിക് ഫെസിലിറ്റീസ് ഇല്ലാത്ത ഒരുപാട് പ്ലേസുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ചില പ്ലേസുകളിൽ മാത്രം നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഡെവലപ്മെന്റ് കാണാൻ പറ്റും. ചില റീജിയനിൽ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ ഇൻഡസ്ട്രീസ് ഉണ്ടാവുമില്ല. അപ്പൊ ഇൻഡസ്ട്രീസ് ഉള്ള പ്ലേസുകളിലാണെങ്കിൽ അവർക്ക് വരുമാനം കൂടും, അവരുടെ ജീവിത സാഹചര്യം കൂടുതലായിരിക്കും, കാരണം അവിടെ ഉള്ള ആളുകൾക്ക് തൊഴിലവസരം കിട്ടും. അപ്പൊ ചില പ്ലേസുകളിൽ മാത്രം ഇൻഡസ്ട്രീസ് ഒതുങ്ങി പോവുകയും ചില പ്ലേസുകളിൽ ഇല്ലാതിരിക്കുകയും ചെയ്യും. അതെന്ത് ഡിസ്പാരിറ്റി ആണ്, ദേശത്തിൽ ഉണ്ടാകുന്ന ഡിസ്പാരിറ്റി ആണ് അല്ലെ, റീജിയണൽ ഡിസ്പാരിറ്റി ഇൻ ഇൻഡസ്ട്രി ആണ്. അപ്പൊ നോക്കിയേ, അൺബാലൻസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് ആൻഡ് ഇന്നാഡിക്വേറ്റ് ബേസിക് ഫെസിലിറ്റി ഹാവ് റിസൾട്ട് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഇൻ സർട്ടൈൻ റീജിയൻ. അതായത് നമ്മൾ ഈ പറഞ്ഞ നാച്ചുറൽ റിസോഴ്സ് ശരിയായി വിതരണം ചെയ്യാതിരിക്കുകയോ ബേസിക് ഫെസിലിറ്റീസ് എല്ലാവർക്കും കിട്ടാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പ്ലേസിൽ മാത്രം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കാണും. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഒരു പ്ലേസിൽ കാണും, മറ്റേ പ്ലേസിൽ അപ്പൊ ഉണ്ടാവില്ല. അപ്പൊ എവിടെയാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഉള്ളത് അവിടെയുള്ള ആളുകൾക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും, അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെട്ടതായിരിക്കും അല്ലെ, അവർക്ക് വരുമാനം ഉണ്ടായിരിക്കും. മറ്റൊരു പ്ലേസ് ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ റീജിയണൽ തമ്മിൽ ഒരു എന്താ പറയാ ഇൻഇക്വാലിറ്റി ആണ്, അതിനെയാണ് റീജിയണൽ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൈഗ്രേഷൻ ആണ്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മനുഷ്യര് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് എന്താ പറയാ പോകുന്നതിന് പറയുന്ന പേരാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ചില ആൾക്കാർ പെർമനന്റ് ആയിട്ട് പോകും, അതായത് സ്ഥിരമായിട്ട് ഇവിടുന്ന് മാറിപ്പോകും. ചില ആൾക്കാർ താൽക്കാലികമായിട്ട് ജോലിക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും പോകുന്നത് അല്ലെ. അപ്പൊ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പെർമനന്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ ജനങ്ങള് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇനി പീപ്പിൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് മിക്കപ്പോഴും ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയാസിലോട്ടായിരിക്കും പോകുന്നത് അല്ലെ. നല്ല ജീവിത സാഹചര്യം കിട്ടണമെങ്കിൽ നല്ല തൊഴിൽ കിട്ടണം. അപ്പൊ തൊഴിലില്ലാത്ത ഒരു ഡെവലപ്മെന്റ് ഇല്ലാത്ത പ്ലേസിൽ നിന്നായിരിക്കും ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ആയിട്ടുള്ള പ്ലേസിലേക്ക് പോകുന്നത്. ഒരു ഡെവലപ്മെന്റും ഇല്ലാത്ത പ്ലേസിൽ നിന്ന് ഡെവലപ്ഡ് ആയിട്ടുള്ള പ്ലേസിലേക്ക് പോകുമ്പോൾ അവർക്ക് ജോലി കിട്ടും, ജീവിത സാഹചര്യം മെച്ചപ്പെടും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആളുകൾ എവിടേക്കാണോ കൂടുതൽ പോയത് അവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ആവും. ഇതാണ് മൈഗ്രേഷനിൽ പറയുന്നത്. ഇനി അർബനൈസേഷൻ എന്ന് പറഞ്ഞാല് ഇൻക്രീസ് ഇൻ സൈസ് ആൻഡ് പോപ്പുലേഷൻ ഓഫ് സിറ്റീസ്, അതായത് പോപ്പുലേഷന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുക. ആ സിറ്റീസിന്റെ സൈസ് പോപ്പുലേഷൻ കൂടിയിട്ട് സിറ്റീസിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അതെങ്ങനെയാ ഇൻക്രീസ് ചെയ്യണത്, എങ്ങനെയായിരിക്കും പോപ്പുലേഷൻ കൂടുക, റൂറൽ ഏരിയാസിൽ നിന്ന് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ നഗരത്തിലോട്ട് പോകും.
ഓക്കെ, അവിടെ ആളുകളുടെ എണ്ണം കൂടുന്നു, അപ്പൊ സിറ്റീസ് അവിടെ വളരേണ്ടി വരികയാണ് അല്ലെ. ഈ മാസീവ് ഇൻക്രീസ് ഇൻ സൈസ് ആൻഡ് പോപ്പുലേഷൻ ഓഫ് സിറ്റീസ്, ഈ സിറ്റീസിലെ ജനങ്ങളുടെ എണ്ണം കൂടുന്നതിനെ വിളിക്കുന്ന പേരാണ് അർബണൈസേഷൻ എന്ന് പറയുന്നത്. അർബണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ഇൻ സൈസ് ആൻഡ് പോപ്പുലേഷൻ ഓഫ് സിറ്റീസ്. സിറ്റീസിലെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് കൂടി? മൈഗ്രേഷൻ കാരണം കൂടി. ഇതിനെ പറയുന്ന പേരാണ് അർബണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് കൺസർവേഷൻ ഓഫ് റിസോഴ്സ് ആണ്. റിസോഴ്സിന്റെ സംരക്ഷണം. ഓക്കെ, കൺസർവേഷൻ ഓഫ് റിസോഴ്സ് ഈസ് ദ പ്രോസസ് ഓഫ് എൻഷുറിംഗ് ദ അവൈലബിലിറ്റി ബൈ അവോയ്ഡിങ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ത്രൂ ജുഡീഷ്യസ് യൂസ്. റിസോഴ്സ് സംരക്ഷിച്ച് വെക്കുകയാണ്. എങ്ങനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുക? എന്ത് പ്രോസസ്സിലൂടെയാണ് സംരക്ഷിക്കാൻ പറ്റുക? അതായത് അവൈലബിലിറ്റി ബൈ അവോയ്ഡിങ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ത്രൂ ജുഡീഷ്യസ് യൂസ്. അതായത് ഓവർ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും നീതിപരമല്ലാത്ത രീതിയിലുള്ള ഉപയോഗത്തിൽ നിന്നും റിസോഴ്സിന്റെ സംരക്ഷണത്തെ പറയുന്ന പേരാണ് കൺസർവേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാല് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് റിസോഴ്സ് കരുതി വെക്കുക, അല്ലെങ്കിൽ എന്താണ് എൻവയോൺമെന്റ് ബാലൻസ് ചെയ്യുക, നമ്മുടെ ഹ്യൂമൻസ് കാരണം ഉണ്ടാക്കുന്ന ഒരുപാട് ഇമ്പാക്റ്റുകളൊക്കെ കുറയ്ക്കുക പ്രകൃതിയിലത്തെ. ഇതൊക്കെയാണ് കൺസർവേഷൻ ഓഫ് റിസോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് കൺസർവേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത്? നമ്മുടെ ഓവറായിട്ട് നമുക്ക് ലഭിക്കുന്ന റിസോഴ്സ് ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ നീതിപരമായിട്ട് ജുഡീഷ്യസ് ആയി ഉപയോഗിച്ച് അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കൺസർവേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയുള്ള കരുതിവെക്കലും അതേപോലെ തന്നെ അതേപോലെ തന്നെ എൻവയോൺമെന്റ് തമ്മിലൊരു ബാലൻസ് ഉണ്ടാക്കി എടുക്കുക. നമ്മളുടെ മനുഷ്യരുണ്ടാക്കുന്ന ഒരുപാട് ആഘാതങ്ങളുണ്ട് പ്രകൃതിയിൽ അല്ലെ, അത് മിനിമൈസ് ചെയ്യുക എന്നൊക്കെയാണ് കൺസർവേഷൻ ഓഫ് റിസോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് റിസോഴ്സ് ഇങ്ങനെ കൺസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് എന്തൊക്കെ മെത്തേഡിലൂടെയാണ്? എന്തൊക്കെ മെത്തേഡാണ് പറഞ്ഞേക്കുന്നത്? ഒന്ന്, റിസോഴ്സ് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം. രണ്ട്, എനർജി നമുക്ക് കൺസർവ് ചെയ്ത് വെക്കാം, ഊർജം സംരക്ഷിച്ചു വെക്കാം. വാട്ടർ കൺസർവ് ചെയ്യുക, ഫോറസ്റ്റ് കൺസർവ് ചെയ്യുക. ഇതൊക്കെയാണ് റിസോഴ്സ് കൺസർവേഷന്റെ മെത്തേഡുകൾ എന്ന് പറയുന്നത്. ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ മെത്തേഡ്സ് കേട്ടോ. ലാസ്റ്റ് ടോപ്പിക് ഈ ചാപ്റ്ററിലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഈ പോയിന്റ് നിർബന്ധമായും പഠിക്കണം. ഇത് തന്നെ എക്സാമിന് എഴുതണം. ഇത് കറക്റ്റ് ഡെഫിനിഷൻ ആണ് കേട്ടോ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് എയിംസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദി പ്രസന്റ് വിത്തൗട്ട് കോംപ്രമൈസിംഗ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എയിം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ പറ്റണം. പക്ഷേ ആർക്ക് നിറവേറ്റാൻ പറ്റുന്ന അവകാശം നമ്മൾ തടയാൻ പാടില്ല. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അവകാശം പോലെ തന്നെ ആർക്കും അതിന് അവകാശമുണ്ട്. ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും അതൊരു റൈറ്റ് ഉണ്ട് അല്ലെ. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള റിസോഴ്സ് ഇവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ ഭാവി തലമുറയെയും കൂടി കൺസിഡർ ചെയ്യണം. ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും കൂടി ഉപയോഗിക്കാനായിട്ട് എന്തെങ്കിലും ഇവിടെ ഉണ്ടാവണം. അതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ കൂടി നിറവേറ്റാൻ പറ്റുന്ന വസ്തുക്കൾ ഇവിടെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മൾ തീർക്കാൻ പാടില്ല എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റ് ദ നീഡ്സ് ഓഫ് ദി പ്രസന്റ്. ഈ പ്രസന്റിൽ ഇപ്പോൾ ഉള്ള ആളുകളുടെ നീഡ്സുകൾ മീറ്റ് ചെയ്യാൻ പറ്റണം. പക്ഷേ ഫ്യൂച്ചർ ജനറേഷന്റെ അവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാനുള്ള അവരുടെ ഒരു എബിലിറ്റി ആണ്. അത് നമ്മൾ തടയാനായിട്ട് പാടില്ല. ഓക്കെ, ഇതുവഴി നമ്മുടെ സാമ്പത്തിക വളർച്ച നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക? ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സംഭവം എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും? റീസൈക്ലിംഗ്, റിഡ്യൂസിങ്, റീയൂസ്. ഈ 3 രീതിയിലൂടെ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. 2015 യുണൈറ്റഡ് നേഷൻ ഒരു 17 ഗോൾസോളം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഓക്കെ, ആ 17 ഗോൾസ് നമുക്ക് 2030 അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ ഗോൾസും മറ്റു കാര്യങ്ങളും നമ്മൾ 9 പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ മതി. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ ആരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അവകാശം തടയരുത്. ഫ്യൂച്ചർ ജനറേഷനും കൂടി നമ്മൾ കരുതി വെക്കണം. അവർക്കും കൂടി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് സാധിക്കണം. അപ്പൊ തീർത്ത് വെക്കരുത് എന്നാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാഠമാണ്. ഇതില് വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രം പഠിക്കാനുള്ള. എല്ലാ ഫ്ലോ ചാർട്ടും നോക്കണം. അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, അത് നോക്കാം. അത്രേ ഉള്ളൂ. ശരി, താങ്ക് യു.